ഒരു ടീച്ചറുടെ അനുഭവം നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ? ഞാൻ കുറച്ച് മുമ്പേ പറഞ്ഞത്. വളരെ എക്സൈറ്റഡ് ആയിട്ട് അപ്പോൾ അതിൻ്റെ ബാക്കിയായിട്ടാണ് എഴുതിയിരിക്കുന്നത്. ബാക്കിയല്ല, പക്ഷേ ഈ ഒരു കലുഷിതമായ അന്തരീക്ഷത്തിൽ നമ്മൾ എന്ത് ചെയ്യണം, ഭഗവാനെ എങ്ങനെ പ്രാർത്ഥിക്കണം എന്ന് ഒക്കെ കൃത്യമായിട്ട് നമുക്ക് ഈ അനുഭവത്തിലൂടെ വരുന്നുണ്ട്. ഞാനത് വായിക്കാം. നിങ്ങളെല്ലാവരും കേൾക്കുക, എല്ലാവരും പ്രാർത്ഥിക്കുക. എന്തെഴുതണം, എങ്ങനെ എഴുതി തുടങ്ങണമെന്ന് എനിക്ക് ഒരു രൂപവും കിട്ടുന്നില്ല. എൻ്റെ ജീവിതത്തിൽ 45-ാമത്തെ വയസ്സിൽ എനിക്കുണ്ടായ ഏറ്റവും വലിയ കൃഷ്ണാനുഭവമാണിത്. അടുത്തിടെ എൻ്റെ കേട്ടറ്റിൻ്റെ പരീക്ഷ എഴുതാൻ നോക്കിയപ്പോൾ എൻ്റെ സർട്ടിഫിക്കറ്റുകളെല്ലാം ഭഗവാൻ എടുത്തു വെച്ചുവെന്നും പൂജാ റൂമിൻ്റെ മുന്നിലെ കോണിയുടെ താഴെയുള്ള ഭാഗം വൃത്തിയാക്കിയതിന് ശേഷമാണ് ഭഗവാൻ എനിക്കത് തിരിച്ചു തന്നതെന്നും ഞാൻ എഴുതിയത് ത്രിമധുരത്തിൽ ശ്രീകാന്ത് സാർ വായിച്ചിരുന്നു. അതിനുശേഷം ഉണ്ടായ മറ്റൊരനുഭവമാണിത്. തൃശ്ശൂരാണ് എൻ്റെ വീട്. പാലക്കാട് ജില്ലയിലെ പെരിങ്ങോട് സ്കൂളിലാണ് എനിക്ക് ജോലി. എൻ്റെ സ്കൂളിൽ നിന്നും കുട്ടികളെ ടൂർ കൊണ്ടുപോകാനായി മൂന്നാറും വാഗമണ്ണുമാണ് സ്ഥലങ്ങൾ തീരുമാനിച്ചിരുന്നത്. സ്കൂളിൽ നിന്നും വെളുപ്പിന് 4:30 പോയാൽ 5:30 ആകുമ്പോഴേക്കും തൃശ്ശൂർ അവരെത്തുമെന്നും എന്നോട് അവിടെ നിന്നും കയറിയാൽ മതിയെന്നും ടീച്ചർമാർ പറഞ്ഞതിനനുസരിച്ച് ഞാൻ തൃശ്ശൂരിൽ നിന്ന് കയറുകയും ചെയ്തു. ബസ്സിനുള്ളിൽ അടിച്ചുപൊളി പാട്ടും ഡാൻസുമായിട്ട് കുട്ടികൾ ആകെ ബഹളവും ഡാൻസുമായാണ് വന്നത്. ബസ്സിൽ സഹപ്രവർത്തകരുമായി അപ്പോൾ കണ്ട സന്തോഷം പങ്കുവെച്ച് ഞാൻ മിണ്ടാതെ ഇരുന്നു. മനസ്സാകെ വിഷമിക്കാൻ തുടങ്ങി. കാരണം എൻ്റെ രാവിലെ സ്ഥിരം വായിക്കാറുള്ള വിഷ്ണു സഹസ്രനാമം ഞാനിന്ന് എങ്ങനെ വായിക്കും എൻ്റെ കണ്ണാ എന്നോർത്ത്. രാവിലെ 3:30 ഞാൻ എഴുന്നേറ്റെങ്കിലും 2 ദിവസത്തേക്ക് ടൂർ പോകുന്നതിനാൽ വീട്ടിലെ ഭക്ഷണം ഒരുക്കലും ഒതുക്കലും ഒക്കെയായി എനിക്ക് രാവിലത്തെ നാമം ചൊല്ലാൻ നേരം കിട്ടിയില്ല. ബസ്സിലിരുന്ന് വായിക്കാമെന്നുള്ള എൻ്റെ പ്രതീക്ഷയും അസ്തമിച്ചു. 10-15 മിനിറ്റ് മനസ്സാകെ അസ്വസ്ഥമായി. വല്ലാതെ പ്രയാസപ്പെട്ടു. എൻ്റെ ഭഗവാൻ എൻ്റെ വിഷമം മനസ്സിലാക്കി. അത്ഭുതം എന്ന് പറയട്ടെ, പെട്ടെന്ന് ബസ്സിലുണ്ടായിരുന്ന ഞങ്ങളുടെ മാഷ് കുട്ടികളോട് ഉറക്കെ പറയാണ്, കുട്ടികളെ, രാവിലെ തന്നെ നിങ്ങളിങ്ങനെ തുള്ളിച്ചാടിയാൽ അവിടെ എത്തുമ്പോഴേക്കും വയ്യാതെയാവും. അതിനാൽ എല്ലാവരും കുറച്ചു നേരം മിണ്ടാതെ കിടന്നുറങ്ങുമെന്ന്. ഇത് കേട്ടപ്പോൾ എനിക്കുണ്ടായ സന്തോഷം പറഞ്ഞറിയിക്കാവുന്നതിലും അപ്പുറമായിരുന്നു കേട്ടോ. ഭഗവാൻ എൻ്റെ കൂടെ വന്ന ആദ്യ നിമിഷമായിരുന്നു അത്. ശേഷം ബസ്സിലുള്ള മിന്നുന്ന ലൈറ്റുകളും പാട്ടും ഓഫ് ചെയ്യാൻ മാഷ് ആവശ്യപ്പെട്ടതനുസരിച്ച് ഡ്രൈവർ ഓഫ് ചെയ്യുകയും ചെയ്തു. സമയം 5:45 അപ്പോൾ. എൻ്റെ സഹപ്രവർത്തകരും ഉറങ്ങാൻ തുടങ്ങി. കുട്ടികൾ മനസ്സില്ലാ മനസ്സോടെ എന്താ മാഷെ എന്നൊക്കെ പറഞ്ഞെങ്കിലും കുറച്ചു നേരം കിടക്കൂ എന്ന് പറഞ്ഞ് ബസ്സാകെ നിശബ്ദമായി. പതുക്കെ ഞാനിരുന്ന സീറ്റിൽ നിന്നും പിന്നിലേക്ക് പോയി. ഒരു കുട്ടി മാത്രം ഇരിക്കുന്ന സീറ്റ് തിരഞ്ഞെടുത്ത് ഞാൻ എൻ്റെ കയ്യിൽ കരുതിയ വിഷ്ണു സഹസ്രനാമം വായിക്കാൻ തുടങ്ങി. ചെറിയ ലൈറ്റ് മാത്രം കത്തുന്ന ബസ്സിലിരുന്ന് ഞാൻ വായിച്ചു തുടങ്ങി. എൻ്റെ ഭഗവാനും ഞാനും മാത്രമായ നിമിഷങ്ങൾ. നാമം ബസ്സിലിരുന്ന് ചൊല്ലുന്നതിനിടയിൽ പോലും എൻ്റെ കണ്ണിലൂടെ വെള്ളം ഒഴുകിയിരുന്നു. എൻ്റെ ഭഗവാനെ, ഞാൻ ആഗ്രഹിച്ചതിന് പിന്നാലെയല്ലേ ആരോടും പറയാതെ എൻ്റെ മനസ്സിൽ അടക്കിപ്പിടിച്ച വിഷ്ണു സഹസ്രനാമം ചൊല്ലണമെന്ന ആഗ്രഹം ഭഗവാനായിട്ട് സാധിച്ചു തന്നത് എന്നോർത്ത്. അല്ലെങ്കിൽ ആ സമയം മാഷിനെ അങ്ങനെ കിടന്നുറങ്ങാൻ കുട്ടികളോട് പറയേണ്ട കാര്യം എന്താണ്? ഞാൻ പറഞ്ഞിട്ട് പോലും അല്ലല്ലോ മാഷത് ചെയ്തത്. ഭഗവാനായി ചെയ്തതല്ല. ശേഷം 6:45 ബസ് ഒരു പെട്രോൾ പമ്പിലേക്ക് കയറുകയും എല്ലാവരും എഴുന്നേൽക്കുകയും വാഷ്റൂമിൽ പോകേണ്ടവർ പോകാനായും പറഞ്ഞതനുസരിച്ച് കുട്ടികളും അധ്യാപകരും ബസ്സിൽ നിന്നിറങ്ങുകയും ചെയ്തുട്ടോ. അങ്ങനെ എൻ്റെ നാമത്തിൻ്റെ അവസാന വരികൾ ഞാൻ അവിടെ പൂർത്തിയാക്കുകയും ചെയ്തു. പറഞ്ഞറിയിക്കാനാവാത്ത സന്തോഷത്തോടെ ശേഷം ബസ് അടിച്ചുപൊളി ഡാൻസും പാട്ടുമായി 6:30 യാത്ര തുടങ്ങി. ആഗ്രഹം സാധിച്ച് ഞാനും കുട്ടികളോടൊപ്പം അടിച്ചു പൊളിച്ച് യാത്ര തുടർന്നു. ആദ്യം മൂന്നാറിലേക്കാണ് പോയത്. പോകുന്ന വഴി ആകെ മോശമായിരുന്നു. റോഡ് പണി നടന്ന് ആകെ ബ്ലോക്കായിരുന്നു. കുറേ നേരം ബസ് റോഡിൽ കിടന്നു. എന്താണ് ചെയ്യാമെന്നാലോചിച്ച് എല്ലാവരും വിഷമിച്ചു. ബസ്സിലുണ്ടായിരുന്ന എന്നെ അറിയുന്ന സഹപ്രവർത്തകർ പറഞ്ഞു, ഇനി ബസ് പോകുന്നതിനായി ഞാൻ നാമം ചൊല്ലേണ്ടി വരുമെന്ന്. എന്നാൽ വല്ല രക്ഷയുണ്ടോ എന്ന്. ഇത് കേട്ടതോടെ ഞാൻ പറഞ്ഞു, എന്താ സംശയം? എൻ്റെ കയ്യിലുള്ള ഈ വിഷ്ണു സഹസ്രനാമത്തിൻ്റെയും ലളിതാ സഹസ്രനാമത്തിൻ്റെയും ഈ ബുക്കുകൾ കണ്ടോ? ഇത് നിങ്ങളും ചൊല്ലിയാലല്ല, നമ്മളും ചൊല്ലിയാൽ ബ്ലോക്ക് തന്നെ മാറുമെന്ന് ഞാൻ ഉറക്കെ പറഞ്ഞു. അങ്ങനെ എൻ്റെ അടുത്തിരുന്ന മാഷും മറ്റൊരു മാഷും ഈ പുസ്തകത്തിൻ്റെ പ്രാധാന്യത്തെ പറ്റിയെല്ലാം എന്നോട് ചോദിച്ചറിഞ്ഞു. എന്നോടിത് ചൊല്ലാനായി പറഞ്ഞ് അവർ രണ്ടുപേരും പുറത്തേക്ക് ഇറങ്ങി പോവുകയും ചെയ്തു. എങ്ങനെയാണിത് ചൊല്ലേണ്ടത് എന്ന് നീ ഒന്ന് ഇത് ചൊല്ല് എന്ന് എന്നോട് മറ്റു ടീച്ചർമാർ പറഞ്ഞതനുസരിച്ച് ഞാൻ ലളിതാ സഹസ്രനാമത്തിലെ ആദ്യ കുറച്ച് ഭാഗങ്ങൾ ധ്യാനം ചൊല്ലാമെന്ന് പറഞ്ഞ് ചൊല്ലിത്തുടങ്ങി. ധ്യാനം കഴിയുന്നതോടെ അധ്യാപകർ ബസ്സിൽ കയറുകയും വണ്ടി പോകാൻ തുടങ്ങുകയും ചെയ്തു. നീ എന്താണ് ഇവിടെ ചെയ്തതെന്ന് പറഞ്ഞ് അവരെന്നെ കളിയാക്കിക്കൊണ്ടിരുന്നു. അപ്പോഴാണ് ബസ്സിലെ മറ്റു ടീച്ചർമാർ അവർക്ക് പറഞ്ഞു കൊടുക്കുന്നത്, ഈ ടീച്ചർ അപൂർവ ദിവസങ്ങളിൽ ഓഫ് പീരീഡ് സ്റ്റാഫ് റൂമിലിരുന്ന് ഈ നാമം ചൊല്ലുന്നത് കാണാമെന്ന്. അപ്പോൾ ഞാൻ പറഞ്ഞു, ഇതുപോലെയുള്ള അപൂർവ അവസരങ്ങളിൽ എൻ്റെ പൂജാ റൂമിലല്ലാതെ മാത്രമാണ് ഞാനിത് ചൊല്ലുന്നത്. അല്ലാത്ത ദിവസങ്ങളിൽ എന്നും രാവിലെ വിഷ്ണു സഹസ്രനാമവും നാരായണീയവും വൈകുന്നേരങ്ങളിൽ ലളിതാ സഹസ്രനാമവും ചൊല്ലുമെന്നും കൂടാതെ ചൊവ്വ വെള്ളി ദിവസങ്ങളിൽ ഞാൻ ഞങ്ങളുടെ വീടിൻ്റെ തൊട്ടടുത്തുള്ള ഭഗവതിയുടെ അമ്പലത്തിൽ വൈകിട്ട് 5:45 പോയി ഞങ്ങളുടെ അവിടെയുള്ള നാമജപ ടീമിൻ്റെ കൂടെയാണ് ചെല്ലുന്നതെന്ന് ഞാൻ അവരോട് പറഞ്ഞു കേട്ടോ. എൻ്റെ കണ്ണനെ പോലെ തന്നെ എനിക്ക് അത്രയും പ്രിയപ്പെട്ടതാണ് എൻ്റെ ഭഗവതി അമ്മയെന്ന് ഞാൻ അവരോട് പറഞ്ഞു. പിന്നെയും എനിക്ക് വാക്കുകൾ നിർത്താനായില്ല.
അവസാനം ഞാൻ പറഞ്ഞു, ഞങ്ങൾ ഇവിടെ ഉറക്കെ ഇവിടെ ഇരുന്ന് നാമം ചൊല്ലി ആ ഭാഗം കഴിയുന്നതോടെയാണ് നിങ്ങൾ ബസ്സിൽ കയറിയതെന്നും അതോടെയാണ് ബസ് പോയതെന്നും ഞാൻ പറഞ്ഞു ട്ടോ. ഇതെല്ലാം ചൊല്ലുന്നത് നല്ല കാര്യമാണെന്നും ആർക്കാണ് ഇതിനെല്ലാം സമയമെന്നും അവർ പറഞ്ഞു. ഞാൻ പറഞ്ഞു കൊടുത്തു, നമുക്കായിട്ട് നാം സമയം ഉണ്ടാക്കണം. രാവിലെ അല്പം നേരത്തെ എഴുന്നേൽക്കണമെന്നേ ഉള്ളൂ. എല്ലാവരും എഴുന്നേറ്റിരുന്നതിന് മുന്നേ വിഷ്ണു സഹസ്രനാമവും നാരായണീയവും പൂർത്തിയാക്കണം. വൈകിട്ട് ലളിതാ സഹസ്രനാമം എല്ലാവരും ചൊല്ലണം എന്നെല്ലാം പറഞ്ഞ് അതിൻ്റെ പ്രാധാന്യം എല്ലാവരെയും ഞാൻ പറഞ്ഞു കേൾപ്പിച്ചു. എല്ലാവരും പറയാണ് രാവിലെ എണീക്കാൻ മടിയാണെന്ന്. എനിക്ക് പറഞ്ഞു കൊടുക്കാനല്ലേ സാധിക്കൂ, വേണ്ടവർ ചെയ്തോളൂ ഇതെല്ലാം എന്ന് ഞാൻ പറഞ്ഞു കൊടുത്തുട്ടോ. അന്ന് തന്നെ വൈകിട്ട് അല്പസമയം കിട്ടിയപ്പോൾ ഞാൻ ലളിതാ സഹസ്രനാമം വായിച്ചുട്ടോ. പിറ്റേ ദിവസം മൂന്നാറിലെത്തി രാവിലെ 4 മണിയാകുമ്പോഴേക്കും വീണ്ടും ആദ്യം എഴുന്നേറ്റ് കുളിച്ച് റൂമിലിരുന്ന് ഞാൻ എൻ്റെ നാമം ചൊല്ലൽ പൂർത്തിയാക്കിട്ടോ. രാവിലെ ഗുഡ് മോർണിംഗ് പറഞ്ഞ മാഷന്മാർ എന്നോട് ചോദിച്ചത് നിന്റെ നാമജമൊക്കെ കഴിഞ്ഞോ എന്നാണ്. എല്ലാം കഴിഞ്ഞു എന്ന് ഞാൻ സന്തോഷത്തോടെ മറുപടി പറഞ്ഞു. ശേഷം വാഗമണിലേക്ക് പോയ ഞങ്ങൾ മൂന്നാമത്തെ ദിവസം പുലർച്ചെ 1:30 മണിക്ക് ഞാൻ തൃശ്ശൂരിൽ വീടെത്തിയിട്ടോ. എൻ്റെ മകൻ കാറോയി വന്ന് എന്നെ ഇവിടേക്ക് കൊണ്ടുവന്നു. 2 മണിക്ക് കിടന്നുറങ്ങിയ എനിക്ക് 4:30 മണിയായപ്പോഴേക്കും എണീക്കേണ്ടി വന്നു കേട്ടോ. കാരണം ഭർത്താവിനന്ന് എയർപോർട്ടിൽ രാവിലത്തെ ജോലിക്ക് 6 മണിക്ക് പോകേണ്ടതുണ്ട്. രാവിലെ എന്നും 4:30ക്ക് എഴുന്നേൽക്കുന്ന ഞാൻ പതിവ് പോലെ എഴുന്നേറ്റ് കുളിച്ച് 5 മണി കഴിയുമ്പോഴേക്കും വിളക്ക് വെച്ച് പ്രാർത്ഥിക്കാനിരുന്നു. തൊഴുത് പ്രാർത്ഥിച്ചു. താഴെ ഇരുന്ന് ഞാൻ ആകെ അസ്വസ്ഥയായി. കാരണം പെട്ടെന്നാണ് എനിക്ക് ഓർമ്മ വന്നത്, അയ്യോ കണ്ണാ, ഇന്നലെ അല്ലേ ഞങ്ങളുടെ വീടിന് മുന്നിലെ വാടകയ്ക്ക് താമസിക്കുന്ന ചേച്ചി എന്നെ ഗുരുവായൂർക്ക് പോകാനായി വിളിച്ചത്. ഞാൻ വാഗമണിലാണെന്നും എത്താൻ വൈകുമെന്നും ഇല്ലെന്ന് പറഞ്ഞിരുന്നു. ഇനി എന്ത് ചെയ്യും? എനിക്ക് പെട്ടെന്ന് പോകാൻ തോന്നുന്നുവല്ലോ. ഞാനിനി എന്ത് ചെയ്യുമെന്ന് വിഷമിച്ചു. ശേഷം ഭർത്താവ് 6 മണിയോടെ ജോലിക്ക് പോവുകയും ചെയ്തു. ഭഗവാനായി എനിക്ക് എല്ലാ മാസവും ഒരിക്കൽ ഗുരുവായൂർ പോകാനായി ഏൽപ്പിച്ചു തന്ന ആളാണ് കേട്ടോ ചേച്ചി. ശ്രീജ എന്നാണ് ആ ചേച്ചിയുടെ പേര്. കാരണം വിവാഹം കഴിഞ്ഞ് അധികം താമസിയാതെ എല്ലാ മാസവും ഗുരുവായൂരിൽ പോയിരുന്നു ഞാനും ഭർത്താവും. കുട്ടികളായതിനു ശേഷവും ചെയ്തിരുന്നതാണ്. എന്നാൽ വലിയ മക്കളായതോടെ അവർക്ക് ക്ലാസ്സുകളും പരീക്ഷകളുമായി ഞങ്ങൾക്ക് ഒരുമിച്ച് പോകാൻ സാധിക്കാതെയായി. അങ്ങനെ പോക്ക് കുറേ കാലമായിട്ട് മുടങ്ങിയിരിക്കുകയായിരുന്നു. അപ്പോഴാണ് ഭഗവാൻ എനിക്ക് എല്ലാ മാസവും ഗുരുവായൂരിൽ വന്ന് തൊഴാൻ ഒരു വഴി കാണിച്ചു തരണേ എന്ന് ആവശ്യപ്പെട്ടതനുസരിച്ച് കൃഷ്ണഭക്തയായ എല്ലാ ഞായറാഴ്ചയും ഗുരുവായൂരിൽ പോകുന്ന ശ്രീജ ചേച്ചിയെ ഞങ്ങളുടെ വീടിൻ്റെ മുന്നിലുള്ള വീട്ടിൽ വാടകയ്ക്കായിട്ട് ഭഗവാൻ എത്തിച്ചത്. അങ്ങനെ ആ ചേച്ചിയോടൊപ്പം എല്ലാ മാസവും ഒരു ദിവസം ഞാൻ ഗുരുവായൂരിലേക്ക് പോകാൻ തുടങ്ങി. എനിക്ക് അതിമോഹമില്ല. മാസത്തിൽ ഒരു തവണ കണ്ണനെ കണ്ടാൽ മതി എന്ന് ഞാൻ ശ്രീജ ചേച്ചിയോട് പറഞ്ഞിരുന്നു. ഭർത്താവ് 6 മണിക്ക് ജോലിക്ക് പോയ ശേഷം ഞാൻ ശ്രീജ ചേച്ചിയെ വിളിച്ച് എപ്പോഴാണ് ഗുരുവായൂർക്ക് പോകുന്നത്, ഇന്നലെ വാഗമണിലായത് കാരണം ഇല്ല എന്ന് പറഞ്ഞത്, ഇന്ന് പോരാൻ ആഗ്രഹം തോന്നുന്നു പറഞ്ഞിട്ടോ. അങ്ങനെ ഞങ്ങൾ ചെയ്യാറുള്ളത് പോലെ രാവിലെ 6:30 ട്രെയിനിൽ നിന്നും ഗുരുവായൂർക്ക് പോകാൻ റെഡിയായി. ഗുരുവായൂരിൽ പോകുന്നതിന് മുന്നേ വീടിനടുത്തുള്ള എൻ്റെ ഭഗവതിയെ തൊഴുതാണ് കേട്ടോ എന്നും ഞാൻ പോകാറുള്ളത്. അങ്ങനെ ഞങ്ങൾ ഒരുമിച്ച് ഗുരുവായൂരിലേക്ക് പോയി. ട്രെയിൻ വരാൻ അന്ന് ലേറ്റ് ആയത് കാരണം 8 മണിയോടെ ഗുരുവായൂരിലെത്തി. ഒരിക്കലും മറക്കാൻ പറ്റാത്ത അനുഭവമാണ് കേട്ടോ കണ്ണൻ എനിക്കവിടെ അന്ന് തന്നത്. ഞങ്ങൾ ചെന്നപ്പോൾ വലിയ ക്യൂ ആയിരുന്നു. ജീവിതത്തിൽ ആദ്യമായിട്ടാണ് ഇത്രയും വലിയ ക്യൂ ഞാൻ കണ്ടത്. എന്നാലും ഓടി ഞങ്ങൾ ലൈനിൽ നിന്നു. ലൈനിൽ നിൽക്കുമ്പോൾ ഞങ്ങൾ സാധാരണ ചെയ്യാറുള്ളത് പോലെ ഒരാൾ ലൈനിൽ നിൽക്കും, മറ്റേയാൾ പാൽപ്പായസവും വഴിപാടും ചീട്ടാക്കാൻ നിൽക്കും. അങ്ങനെ ശ്രീജ ചേച്ചിയെ ലൈനിൽ നിർത്തി പാൽപ്പായസവും കളഭവും ചീട്ടാക്കാൻ ഞാൻ പോയി. അങ്ങനെ ഞാൻ കുറേ നേരം ലൈനിൽ നിന്ന് ഇതെല്ലാം വാങ്ങിച്ചു. ഈ പായസം ഉള്ളിലോട്ട് കൊണ്ടുപോകാൻ പാടില്ലെന്ന് പറഞ്ഞ് ഇത് ഏതെങ്കിലും കടയിൽ ഏൽപ്പിക്കാമെന്ന് പറഞ്ഞു. ഒരു കടയിൽ ഏൽപ്പിച്ചു. ആദ്യം തന്നെ ആ കടയിൽ നിന്ന് അല്പം സാധനങ്ങളെല്ലാം വാങ്ങിയ ശേഷമാണ് വാങ്ങിയ സാധനങ്ങളും പാൽപ്പായസവും ഇവിടെ വെക്കട്ടെ, തൊഴുതിട്ട് വരാം എന്ന് പറഞ്ഞ് ലൈനിൽ നിന്നത് കേട്ടോ. അങ്ങനെ ലൈനിൽ നിന്ന് ഞാൻ വിഷ്ണു സഹസ്രനാമവും ശ്രീജ ചേച്ചി ഹരിനാമകീർത്തനവും നാരായണിയൊക്കെ ചൊല്ലിത്തീർത്തു. സാധാരണ 11:30 നട അടയ്ക്കുന്ന സമയമാണെന്നും ഇതെന്താ നട അടയ്ക്കാതെന്നും ശ്രീജ ചേച്ചി അത്ഭുതത്തോടെ പറഞ്ഞു. കാരണം ഞാൻ ചേച്ചിയോട് പറഞ്ഞിരുന്നു, ഞാൻ കണ്ണനോട് പ്രാർത്ഥിച്ചാണ് പോകുന്നത്. ടൂറ് കഴിഞ്ഞ് ഇവിടെ എത്തിയ ഉടനെ ഞാൻ ഗുരുവായൂർക്ക് പോകുന്നു. പിടിപ്പിച്ചത് പണി എനിക്ക് പിടിപ്പ് ഉള്ള ഒരാളാണ് കണ്ണ. എന്നെ ഉച്ചയോടെ വീട്ടിലെത്തിക്കണേ എന്നും നാളെ സ്കൂളിൽ പോകുമ്പോഴേക്കും അത്യാവശ്യം പണിയുണ്ടെന്നും രക്ഷിക്കണം എന്നുള്ള എൻ്റെ പ്രാർത്ഥന ഭഗവാൻ കേട്ടുട്ടോ എന്നും ശ്രീജ ചേച്ചി പറഞ്ഞു. ലൈനിൽ നിൽക്കുമ്പോൾ എൻ്റെ മനസ്സിൽ ഭഗവാൻ ചതുർബാഹു രൂപമാണെന്ന് ഞാൻ ശ്രീജ ചേച്ചിയോട് പറയുകയും ചെയ്തു. അങ്ങനെ ഞങ്ങൾ 12 മണിയോടെ ഭഗവാന്റെ മുന്നിലെത്തുകയും ചതുർബാഹുവായ ഭഗവാനെ കാണാൻ സാധിക്കുകയും ചെയ്തു. സന്തോഷം കൊണ്ട് മതിമറന്ന നിമിഷങ്ങളായിരുന്നു അത്. ഭഗവാൻ അടുത്തേക്ക് നടന്ന് നീങ്ങുന്ന ഓരോ നിമിഷവും കുറച്ചു നേരം കൂടി ഞാൻ ആവശ്യപ്പെട്ടതുപോലെ 1 മിനിറ്റ് എനിക്ക് എൻ്റെ ഭഗവാൻ ഒന്ന് കാണിച്ചു തരണേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. ഗുരുവായൂരിലേക്ക് പോകുന്ന മുന്നേ ഞാൻ എൻ്റെ ഭർത്താവിനോട് എപ്പോഴും പറഞ്ഞിരുന്നു, എനിക്ക് 1 മിനിറ്റ് മാത്രം എൻ്റെ ഭഗവാനെ കാണാനും ആ രൂപം മനസ്സിൽ മായാതെ നിർത്താനും ഞാൻ എന്താണ് ചെയ്യേണ്ടത് എന്ന്. എങ്ങനെയെങ്കിലും സാധിപ്പിക്കാം നമുക്കത് എന്ന് അദ്ദേഹം പറഞ്ഞത്. ഇത്ര പെട്ടെന്ന് എൻ്റെ ഭഗവാൻ സാധിപ്പിച്ചു തരുമെന്ന് ഞാൻ സ്വപ്നത്തിൽ പോലും വിചാരിച്ചില്ല കേട്ടോ. കാരണം എൻ്റെ തൊട്ട് മുന്നിലിരുന്ന ശ്രീജ ചേച്ചിയെ ഞാൻ കണ്ടില്ല. ഭഗവാനെ മനസ്സിൽ പൂർണ്ണ ചതുർബാഹ രൂപം മാത്രം കണ്ട് മനസ്സർപ്പിച്ച് കാണിക്കർപ്പിക്കാനുള്ള അവിടെ വിരിച്ചു വെച്ച മഞ്ഞപ്പട്ടിലേക്ക് എൻ്റെ കയ്യിലുള്ള മഞ്ചാടിക്കുരു സമർപ്പിച്ചു. ഞാൻ ആ മഞ്ചാടിക്കുരു സമർപ്പിക്കുമ്പോൾ നേരെ നടയിലുള്ള വലിയ ഭണ്ഡാര
ഭണ്ഡാരത്തിനടുത്തുള്ള ഒരു സെക്യൂരിറ്റി ജീവനക്കാരനെ പോലെ തോന്നിക്കുന്ന ഒരാൾ എന്നെ കൗതുകത്തോടെ നോക്കി നിൽക്കുന്നത് എൻ്റെ ശ്രദ്ധയിൽപ്പെട്ടു. അദ്ദേഹം എന്നെ നോക്കി പുഞ്ചിരിക്കുന്നുണ്ടായിരുന്നു. സെക്യൂരിറ്റി ജീവനക്കാർ രണ്ട് ഭാഗത്തു നിന്നും ആളുകളെ നീക്കി നിർത്തുമ്പോൾ അദ്ദേഹം എന്നോട് നേരെ മേൽശാന്തിമാര് അകത്തേക്ക് കയറുന്ന തിരുനടയിലേക്ക് കൈകൊണ്ട് അവിടെ നിന്നും തൊഴാൻ കാണിക്കുന്നതായി എനിക്ക് തോന്നി. എന്നോട് നന്നായി ചിരിക്കുന്നുണ്ടായിരുന്നു കേട്ടോ. ഞാൻ പേടിച്ചു, എന്താണ് ഇയാൾ ഇങ്ങനെ ചെയ്യുന്നതെന്ന്. എന്നോട് അങ്ങോട്ട് വരാൻ പറയുന്നത്. എനിക്ക് ചീത്ത കിട്ടില്ലേ ഭഗവാനെ എന്ന് ഞാൻ ചിന്തിച്ചു. പിന്നെ അവിടെ തന്നെ നടയിലുള്ള ആ വലിയ ഭണ്ഡാരത്തിൽ പൈസ ഇടാനായി ഞാൻ അദ്ദേഹത്തിന്റെ അടുത്തേക്ക് നടന്നു ചെന്നതും ഭണ്ഡാരത്തിന്റെ തൊട്ടടുത്ത് മഞ്ഞപ്പട്ടും ചുറ്റി നിന്നു. അതായത് നമ്മൾ അർപ്പിക്കുന്ന മഞ്ഞപ്പട്ട് പോലത്തെ മഞ്ഞപ്പട്ടാണ് മുണ്ടായി ഉടുത്തിരുന്നത്. ശരീരത്തിൽ നീല ഷാള് പുതച്ച് ചിരിച്ച് ഭണ്ഡാരത്തിൽ പൈസ ഇടാൻ ചെന്ന എനിക്ക് ഭണ്ഡാരത്തിന് മുകളിൽ നിന്നും ചിരിച്ചുകൊണ്ട് തലയാട്ടി എനിക്ക് വലിയ മയിൽപ്പീല് തന്നതും എൻ്റെ ഭഗവാൻ കൃഷ്ണനായിരുന്നു എന്ന് ഞാൻ മനസ്സിലാക്കി. അയ്യോ ഭഗവാനെ, എനിക്കത് മനസ്സിലാക്കാൻ പറ്റിയില്ലല്ലോ. ആ രൂപ എനിക്ക് മറക്കാനേ സാധിക്കുന്നില്ല. ശരിക്കും നന്ദനം സിനിമയിൽ ബാലാമണി പറയുന്നത് പോലെ ഞാനേ കണ്ടുള്ളൂ, ഞാൻ അത്രേ കണ്ടുള്ളൂ എന്ന് പറയുന്ന അവസ്ഥയാണ് എനിക്കുണ്ടായത്. മയിൽപ്പീലി എൻ്റെ കയ്യിൽ തന്നപ്പോഴാണ് സത്യം പറഞ്ഞാൽ ആ മഞ്ഞപ്പട്ട് ഞാൻ ശ്രദ്ധിച്ചത് കേട്ടോ. ഒരു മഞ്ഞ വേഷം ധരിച്ച സെക്യൂരിറ്റി ഇങ്ങനെ നമ്മളോട് ചിരിച്ചു പെരുമാറുമോ? മഞ്ഞക്കോട്ടന്റെ മുണ്ടല്ലേ അവർ ചുറ്റുക, ഇങ്ങനെ മയിൽപ്പീലി കൊടുക്കുവോ എന്നെല്ലാമുള്ള ചോദ്യങ്ങൾ ഇന്നും എന്നിൽ അവശേഷിക്കുന്നു. ഇത്രയും തിരക്കുള്ളപ്പോൾ ആളുകളും സെക്യൂരിറ്റി ജീവനക്കാരും വേഗം തള്ളി നീക്കുന്നത് നോക്കി ചിരിച്ചു നിൽക്കുമോ? നേരെ നടയിൽ നിൽക്കുന്ന ഒരു സെക്യൂരിറ്റി ജീവനക്കാരൻ എന്നെല്ലാം ഞാനിപ്പോഴും ചിരിച്ചുകൊണ്ട് ചിന്തിക്കുകയാണ് കേട്ടോ. മയിൽപ്പീലി ചിരിച്ചുകൊണ്ട് എൻ്റെ കയ്യിൽ തന്നതോടെ നിനക്ക് എന്നെ തന്നെ പിടിച്ചു നിർത്താൻ സാധിച്ചില്ല. അപ്പോഴാണ് ഇതിൻ്റെ ഭഗവാനായിരുന്നു എന്നെനിക്ക് തിരിച്ചറിയാനായത്. ഒരു മിനിറ്റ് കാണാൻ ആഗ്രഹിച്ച് എനിക്ക് എത്ര നേരമെങ്കിലും കണ്ടോളൂ എന്ന് പറഞ്ഞ് നടയുടെ തൊട്ടു മുന്നിൽ നിന്ന് മഞ്ഞപ്പട്ട് ചുറ്റി എൻ്റെ കയ്യിൽ മയിൽപ്പീലി തന്ന എൻ്റെ കണ്ണനെ എനിക്ക് എന്തേ കുറച്ചു നേരവും നോക്കി നിൽക്കാനാവാതെ പൊട്ടിക്കരഞ്ഞ് ഞാൻ ഗണപതിയുടെ അടുത്തേക്ക് ഓടിപ്പോയതെന്ന് ഞാൻ എന്നോട് തന്നെ ചോദിക്കുകയാണ്. എൻ്റെ കയ്യിലുള്ള വലിയ മയിൽപ്പീലി പിടിച്ച് ഞാൻ ഗണപതി അമ്പലത്തിനടുത്തേക്ക് കണ്ണുകൾ തുടച്ച് നീങ്ങിയപ്പോൾ അവിടെ നിന്ന് ശ്രീജ ചേച്ചി മയിൽപ്പീലി കിട്ടിയില്ലേ എന്ന് സന്തോഷത്തോടെ ചോദിക്കുന്നുണ്ടായിരുന്നു. എനിക്കൊരക്ഷരം മിണ്ടാനാവാതെ ഷാള് കൊണ്ട് കണ്ണുകൾ അമർത്തിപ്പിടിച്ച് പിന്നെ ഞാനല്ലാതായി. എനിക്ക് എന്താ പറ്റിയത് ശ്രീജ ചേച്ചി, എനിക്ക് ആരാ അത് തന്നത് എന്നെല്ലാം ചോദിക്കുന്നുണ്ടായിരുന്നു. ഭഗവാൻ തന്നെയാണ് അത് തന്നതെന്ന് ശ്രീജ ചേച്ചി എന്നെ ആശ്വസിപ്പിച്ചു. ശ്രീജ ചേച്ചി അവിടെ ഒരു സെക്യൂരിറ്റിയെയും കണ്ടില്ലെന്ന് പറഞ്ഞു. എനിക്ക് 1 കോടി രൂപ തരാമെന്ന് പറഞ്ഞാലും വേണ്ട, ഞാനിന്ന് നിധി പോലെ സൂക്ഷിക്കുന്ന ആ മയിൽപ്പീലി എൻ്റെ പൂജാ റൂമിനുള്ളിലുള്ള കണ്ണൻ്റെ പിന്നിൽ ഭംഗിയായി വെച്ചിട്ടുണ്ട് കേട്ടോ. സത്യമായും അതോളം വലുതല്ല എനിക്കൊന്നും. ശേഷം ഞങ്ങൾ ഉച്ചയ്ക്ക് ഭഗവാന്റെ പ്രസാദവും കഴിച്ച് 2 മണിയോടെ വീടെത്തുകയും ചെയ്തു. എത്ര ചുരുക്കി എഴുതണമെന്ന് വെച്ചാൽ സാധിക്കുന്നില്ല. എന്ത് ചെയ്യും, ഭഗവാന്റെ ഓരോ നിമിഷങ്ങളും വളരെ വലുതാണ്. സ്കൂൾ ടൂറിന് പോയി അത്രയ്ക്കും ഞാൻ ഇതിൻ്റെ എല്ലാം പ്രാധാന്യം എല്ലാവരും എത്തിച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ രാത്രി 2 മണിക്ക് ഉറങ്ങാൻ കിടന്ന ഞാൻ രാവിലെ തന്നെ ഭഗവാന്റെ അടുത്തേക്ക് ഓടുകയും ചെയ്തു. ഭഗവാനുണ്ട് എന്ന് കാട്ടിത്തരുന്ന ഈ നിമിഷങ്ങൾ ഒരിക്കലും മറക്കാൻ കഴിയുന്നില്ല എൻ്റെ ജീവിതത്തിൽ. നിർത്തട്ടെ. അമ്മേ, എന്താ കഥ! എത്ര വലിയ അനുഭവമായിരുന്നു അല്ലേ! വായിച്ച് ഞാൻ അങ്ങനെ ഇതിലൊഴുകി ഇങ്ങനെ പോവായിരുന്നു. നിർത്താനും പറ്റില്ലല്ലോ. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത്രയും മനോഹരമായിട്ടല്ലേ എഴുതി അയച്ചു തന്നിരിക്കുന്നത്. അവസാനം നമ്മൾ വലിയൊരു യാത്ര കഴിഞ്ഞു അല്ലേ, ഭഗവാന്റെ സ്നേഹം അനുഭവിച്ച യാത്ര. എന്താ പറയേണ്ടതെന്നറിയില്ല. ഈ ഉച്ചയ്ക്ക് ഞാൻ നിങ്ങളിലേക്ക് സമർപ്പിക്കുകയാണ്. എല്ലാവരിലേക്ക് എത്തിക്കുക. ഗ്രൂപ്പിൽ വരേണ്ടത് അറിയാലോ, ജോയിൻ ബട്ടണിലൂടെയാണ് വരേണ്ടത്. ഹരേ കൃഷ്ണ.